വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത ആ ഒരു ടോപ്പിക് പോപ്പുലേഷൻ ജെനറ്റിക്സിൽ വരുന്ന ജെനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. അതിൻ്റെ രണ്ട് ടൈപ്പ്, ബോട്ടിൽ നെക്ക് എഫക്റ്റ്, ഫൗണ്ടർ എഫക്റ്റ്. സെറ്റ് എക്സാമിന് എപ്പോഴും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ജെനറ്റിക് ഡ്രിഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് പോപ്പുലേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഏത് ടേമുമായിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ റിലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് പറയും. അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു ബോട്ടിൽ നെക്ക് ഇഫക്റ്റ്, ഫൗണ്ടർ ഇഫക്റ്റ്, ഈ രണ്ട് കാര്യമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സപ്പോസ് യു ആസ് എ പെറ്റ് ഡീലർ who rear goldfish. ഗോൾഡ് വളർത്തുന്ന ഒരു പെറ്റ് ഡീലർ ആണ് നിങ്ങളെങ്കിൽ, you have more than 10,000 fish in one large tank, but due to an electric shock circuit 95% of the fishes perished in one night. The remaining 5% are left to breed and repopulate, passing their genes and traits on to future generation. What type of genetic drift this may be considered? അതായത് ഒരു ഫിഷ് ടാങ്ക്, നിങ്ങൾ ഒരു പെറ്റ് ഡീലർ ആണ്, 10,000ഓളം ഫിഷ് ഉള്ള ഒരു ടാങ്കിൽ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് 95% പോയി, ബാക്കി ഒരു 5% മാത്രം അവിടെ സർവൈവ് ചെയ്തു. ആ സർവൈവ് ചെയ്ത ആള് പുതിയൊരു പോപ്പുലേഷൻ ആയിട്ട് മാറി. അവരുടെ ജീൻസും പുതിയ ക്യാരക്ടേഴ്സും ഫ്യൂച്ചർ ജനറേഷനിലേക്ക് പോയി. അപ്പൊ ഇത് ജനറ്റിക് ഡ്രിഫ്റ്റിൽ ഏതാണ്? എക്സ്റ്റിങ്ഷൻ ആണോ, നാച്ചുറൽ സെലക്ഷൻ ആണോ, ബോട്ടിൽ നെക്ക് ആണോ, ഫൗണ്ടർ എഫക്റ്റ് ആണോ? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ എന്തായാലും നമുക്കറിയാം ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ് ഉള്ളത്, ബോട്ടിൽ നെക്കും ഫൗണ്ടർ ഇഫക്റ്റും. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ഏത് ഒന്നാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. നാച്ചുറൽ സെലക്ഷൻ അല്ല, എക്സ്റ്റിങ്ഷൻ തിയറി അല്ല. സോ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ്? ലാസ്റ്റ് നിങ്ങൾ തന്നെ പറയും. സോ ആദ്യം എന്താണ് ഈ രണ്ടെണ്ണം, അല്ലെങ്കിൽ എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം. സോ എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ്? Genetic drift is a random process that causes changes in the frequency of gene variants within a population over time. അതായത് ഒരു പോപ്പുലേഷനിൽ റാൻഡമായിട്ട് പരക്കെ പെട്ടെന്ന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു പോപ്പുലേഷനിലുള്ള ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ അല്ലീൽസിൽ മാറ്റം വരിക. അപ്പോൾ എന്താണ് ഈ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റിൻ്റെ മ്യൂട്ടേഷൻ എന്നൊക്കെ പറയാൻ പറ്റില്ല. എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ കുറച്ച് പ്രത്യേകതകൾ? ഒന്ന് റാൻഡംനെസ് ആണ്, ബൈ ചാൻസ് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് അത് നമ്മൾ ഭാവിയിൽ പ്രവചിക്കാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാണ്ട് ഒരു പോപ്പുലേഷനിൽ പെട്ടെന്ന് എന്തെങ്കിലും നടക്കുക. അതായത് അല്ലാതെ ഇവല്യൂഷൻ, നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ബൈ ഒരു ഇവല്യൂഷൻ പ്രോസസ്സ് വഴി നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് റാൻഡം ആയിട്ടാണ്, ബൈ ചാൻസ് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ ഇത് നടക്കുന്നത് എത്തരം പോപ്പുലേഷനിലാണ്? സ്മോൾ പോപ്പുലേഷനിൽ മാത്രമേ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് ചാൻസ് ഉള്ളൂ. അതായത് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പം എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ജീൻസ് റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ? ഒരു ലാർജ് പോർഷനിൽ ടോട്ടൽ ജീൻ പൂളിനെയും റെപ്രസെൻ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഒരു സ്മോൾ പോപ്പുലേഷനെ മാത്രമേ ജനറ്റിക് ഡ്രിഫ്റ്റ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുള്ളൂ. ദെൻ റെഡ്യൂസ്ഡ് ജനറ്റിക് വേരിയേഷൻ, അതായത് ഒരു സ്ഥലത്ത് ഒരു പോപ്പുലേഷനിലെ ജനറ്റിക് ഡ്രിഫ്റ്റ് അതുണ്ടായി കഴിഞ്ഞാൽ ബൈ ടൈം, ഓവർ ടൈം ആ ഒരു ഡൈവേഴ്സിറ്റി കുറഞ്ഞ് ഒരു ടൈപ്പ് സ്പീഷീസ് മാത്രമായിട്ട് ചിലപ്പം ലാസ്റ്റോട്ട് മാറും. ഓക്കെ, ഒരു പോപ്പുലേഷൻ്റെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയാൻ ജനറ്റിക് ഡ്രിഫ്റ്റ് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ജനറ്റിക് ഡ്രിഫ്റ്റിൻ്റെ പ്രത്യേകത. ദെൻ നോട്ട് ബേസ്ഡ് ഓൺ ഫിറ്റ്നസ്. നമ്മൾ നാച്ചുറൽ സെലക്ഷനിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള ടേം പഠിച്ചിട്ടുണ്ട് അല്ലേ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നെല്ലാം പറയുന്ന പോലെ ആരാണോ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് യൂസ്ഫുൾ വേരിയേഷൻ ഉള്ളത് അവരെ മാത്രമാണ് നേച്ചർ സെലക്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഇവിടെ ആ ഒരു ഫിറ്റ്നസിനെ ബേസ് ചെയ്തിട്ടല്ല. അൺലൈക്ക് നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് ഡസൻ ഫേവർ അലീൽസ് ദാറ്റ് ആർ മോർ അഡ്വാൻറ്റേജസ്. സർവൈവലിനും റീപ്രൊഡക്ഷനും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള അലീൽസ് ഉള്ളവരല്ല ഫേവർ ചെയ്യുന്നത്. ഒരു ചാൻസ്, ചിലപ്പോൾ അത് നശിച്ചേക്കാം, ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ ജസ്റ്റ് ഒരു ബൈ ചാൻസ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഫിറ്റ്നസിൻ്റെ ബേസിൽ. ഇനി ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബോട്ടിൽ നെക്ക് എഫക്റ്റ്. എ ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ സൈസ് ഡ്യൂ ടു ഇവൻറ്റ്സ് ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓർ ഡിസീസ് ഔട്ട്ബ്രേക്ക്, അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്, ഫ്ലഡ്, അങ്ങനെയുള്ള എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ രോഗമോ വേറെ എന്തെങ്കിലും എൻവയൺമെന്റലി നടക്കുന്ന എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്. അതുകൊണ്ട് തന്നെ ആ പോപ്പുലേഷൻ്റെ പകുതി മുക്കാൽ ആൾക്കാരും ഡെഡ് ആയിപ്പോൾ പോപ്പുലേഷൻ സൈസ് നല്ല രീതിയിൽ അങ്ങ് കുറയും.
സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്. അതുകൊണ്ട് തന്നെ അലീൽ ഫ്രീക്വൻസി, പോപ്പുലേഷൻ സർവൈവ് ചെയ്യുന്ന ആൾക്കാരുടെ അലീൽ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ബോട്ടിൽ നെക്കുള്ള ഒരു ബോട്ടിലാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ പോപ്പുലേഷൻ വിചാരിക്കാം. പെട്ടെന്ന് ഇവിടെ എന്തോ ഒരു ഡിസാസ്റ്റർ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് ബ്രേക്കായി, അല്ലെങ്കിൽ ആ ബോട്ടിൽ ബ്രേക്ക് ആയതിനു ശേഷം ഈ ഒരു പോർഷനിലുള്ള പകുതി മുക്കാൽ പോപ്പുലേഷൻ, ഈ കുപ്പിയിലുള്ള പകുതി മുക്കാൽ പോപ്പുലേഷൻ, ഇതാണ് പോപ്പുലേഷനെ, ആ ബോട്ടിലിന്റെ പകുതി മുക്കാൽ പോപ്പുലേഷനും അവിടെ ഡെഡായി. ആ ഒരു നെക്ക് റീജിയനിൽ മാത്രമുള്ള കുറച്ച് പോപ്പുലേഷൻ മാത്രം അവിടെ ബോട്ടിൽ നെക്ക് എഫക്റ്റിൽ സർവൈവ് ചെയ്തു. ആ സർവൈവ് ചെയ്ത പോപ്പുലേഷൻ എന്ത് ചെയ്യും, ബൈ ടൈം അവ റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു പോപ്പുലേഷൻ ആയിട്ട് മാറി. മെയിൻ കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് വലിയ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്റ്റേർണലി വരുന്ന ഇവന്റ് കാരണമാണ് ബോട്ടിൽ നെക്ക് എഫക്റ്റ്. ആ ഒരു പോപ്പുലേഷൻ പകുതി മുക്കാലും പോയി ബാക്കിയുള്ള പോപ്പുലേഷൻ സർവൈവ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈസിന്റെ പോപ്പുലേഷൻ, കുറേ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ബട്ടർഫ്ലൈയുടെ പോപ്പുലേഷൻ ആണ്. പെട്ടെന്ന് ഒരു ഫ്ലഡ് വന്നിട്ട് മോസ്റ്റ് ഓഫ് ദി ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യും, വൈപ്സ് ഔട്ട് ആയി, അവിടുന്ന് പോയി. The surviving population might have a different proportion of color variation than the original population. ആദ്യമുള്ള പോപ്പുലേഷനിൽ ചിലപ്പം പല കളറിൽ, അതായത് നീല കളറിലുള്ള ബട്ടർഫ്ലൈസും റെഡ് കളറിലുള്ള ഓറഞ്ചും യെല്ലോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേങ്കിൽ നമ്മൾ ഈ വൈപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം റെഡ് കളർ പകുതി മുക്കാലും പോയെന്ന് വെച്ചാൽ പുതിയ പോപ്പുലേഷൻ എന്തായിരിക്കും, കളർ വേരിയേഷൻ ഉണ്ടാകും. ചിലപ്പോൾ റെഡ് ഉണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ ഒന്നോ രണ്ടോ റെഡ് ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ആ ഒരു ഒറിജിനൽ പോപ്പുലേഷൻ അതേ വേരിയേഷൻ ഉണ്ടായില്ല, വേരിയേഷൻ കുറഞ്ഞു വന്നിട്ടുണ്ടാവും ബോട്ടിൽ നെക്കിൽ. ഓക്കെ, then the second one എന്ന് പറയുന്നത് ഫൗണ്ടർ ഇഫക്റ്റ് ആണ്. When a small group of individuals separate from a larger population and establishes a new colony, a new population's genetic makeup may not be representative of the original population. അതാണ് ഒരു ആദ്യത്തെ പോപ്പുലേഷൻ. അതിൽ യെല്ലോ കളറും റെഡ് കളറും ഈക്വൽ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. പെട്ടെന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവർ ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് മാറി, മൈഗ്രേറ്റ് ചെയ്തു, വേറൊരു പോപ്പുലേഷൻ ഉണ്ടാക്കി. അവിടെ എന്തുണ്ടാകാം, ഈ പാരന്റൽ പോപ്പുലേഷൻ്റെ അതേ ഡൈവേഴ്സിറ്റി ആയിരിക്കില്ല. ഇവിടെ രണ്ട് കളർ ഉണ്ടെങ്കിൽ ഈ ഒരു പോപ്പുലേഷനിൽ റെഡ് കളർ മാത്രമുള്ള ആൾക്കാർ, പിന്നെ കൂടുതൽ യെല്ലോ, കുറച്ച് റെഡ് ഉള്ള ആൾക്കാർ, കുറേ യെല്ലോ മാത്രമുള്ള ആൾക്കാർ, അങ്ങനെ പല തരത്തിലുള്ള പോപ്പുലേഷൻ ഉണ്ടാകാം. അതാണ് ഫൗണ്ടർ ഇഫക്റ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൽ, ഒരു സ്മോൾ ഐലൻഡിൽ ഒരു പോപ്പുലേഷനിൽ കുറേ എ ഫ്യൂ ഇൻഡിവിജ്വൽസ് കേരിങ് എ റെയർ ജനറ്റിക് മ്യൂട്ടേഷൻ, അതായത് ചെറിയ ജനറ്റിക്കലി ചെറിയ വേരിയേഷൻ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവരുടെ ജനറ്റിക്സുമായിട്ട് ആ പോപ്പുലേഷൻ കണക്ട് ആവാതെ വരുമ്പോൾ അവർ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുതിയ സെറ്റിൽമെന്റ്, പുതിയ ആൾക്കാരായിട്ട്, പുതിയ ഫാമിലി ആയിട്ട് അവരങ്ങ് ജീവിക്കാൻ തുടങ്ങി. ദിസ് ന്യൂ പോപ്പുലേഷൻ കുഡ് ഹാവ് എ മച്ച് ഹയർ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് മ്യൂട്ടേഷൻ ദാൻ ദ ഒറിജിനൽ പോപ്പുലേഷൻ. അതായത് ഈ ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അവിടെ കുറേ പേർക്ക് മ്യൂട്ടേഷൻ വന്നു. പെട്ടെന്ന് ആ മ്യൂട്ടേഷൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രം വേറൊരു പോപ്പുലേഷനിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ആ പുതിയ പോപ്പുലേഷനിൽ മ്യൂട്ടേഷൻ ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. സിംപ്ലി ബിക്കോസ് ദോസ് ഇൻഡിവിജ്വൽ വെർ ദ ഫൗണ്ടേഴ്സ്. ഈ പോപ്പുലേഷനിലുള്ള ആൾക്കാർ തന്നെയാണ് പുതിയൊരു പോപ്പുലേഷൻ ഉണ്ടായത്, അവർ തന്നെയാണ് അത് ഫൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറയാൻ പറ്റും അല്ലേ. ഇവിടെ എന്താ, ഒരു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണ്, ഒരു വലിയൊരു എൻവയൺമെന്റൽ ചേഞ്ച് അവിടെ ഉണ്ടായിട്ട് 95% അവിടെ പോപ്പുലേഷൻ കുറഞ്ഞു. അപ്പോൾ അത് ഏത് തന്നെയാണ്, ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് ആണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള കുറേ എക്സാമ്പിൾസ് വെച്ചിട്ട് പല ടൈപ്പും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ഒറ്റൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ നോക്കിയിട്ടുള്ളൂ. സോ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകും ഇത് ഏത് ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്, നാച്ചുറൽ സെലക്ഷൻ ആണോ, എക്സ്റ്റിങ്ഷൻ ആണോ എന്നൊക്കെ. താങ്ക് യു.